ഹായ് ഗെയ്സ്, മെട്രിക്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊരു സംഖ്യയും വളരെ ഈസിയായി എങ്ങനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. 36 എങ്ങനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ നമുക്ക് സാധാരണ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ചെയ്ത് നോക്കാം. എത്ര എടുക്കുക നോക്കാം. 36 മൾട്ടിപ്ലിക്കേഷൻ 11. അപ്പോൾ എന്താ, 1 6 6, 1 3 3, 1 6 6, 1 3 3. അപ്പോൾ ആൻസർ 396 ആൻസർ ഇട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ നോക്കാം. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ 36 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 36 6 ഉണ്ടല്ലോ, അത് ആദ്യം ഇവിടെ എഴുതുക. അതായത് 36 6 അവിടെ എഴുതി. ഇനി അടുത്തത് ഈ രണ്ട് സംഖ്യ 36 രണ്ട് സംഖ്യകളില്ല, 3 6. ആ രണ്ട് സംഖ്യ ഏഡ് ചെയ്യാം. 6 + 3 9. ഇനി പിന്നെ ഇവിടെ ബാക്കിയുള്ളതാ ഈ 3 അല്ല, ആ 3 ഇവിടെ എഴുതിയാം. അപ്പോൾ എത്ര ആൻസർ കിട്ടി? 396 കിട്ടി. അപ്പോൾ ഒന്നുകൂടി പറയാം, 6 ഇവിടെ എഴുതി, അടുത്തത് ഈ രണ്ട് സംഖ്യ പ്ലസ് ഏഡ് എഴുതി, 9 ഇവിടെ എഴുതി, പിന്നെ ബാക്കിയുള്ള 3 ആ 3 എഴുതി. അപ്പോൾ 396. അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ 42 × 11. അപ്പോൾ എല്ലാവർക്കും കാണുന്നുണ്ട് വിശ്വസിക്കുന്നത്. അപ്പോൾ 42 ഗുണിക്കണം 11. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്തതെന്നുകൊണ്ട് നോക്കാം. ആദ്യം ഈ 2 ഇവിടെ എഴുതുക. അടുത്ത് തന്നെ ഞങ്ങൾക്ക് ഇത് രണ്ടും +8 ഇവിടെ എഴുതി. അതുപോലെ തന്നെ ഇവിടെ 4 2 ഉള്ളത്, ആ 4 2 + ചെയ്ത് എത്ര 6 ഇവിടെ എഴുതി. അടുത്തത് ബാക്കിയുള്ളത് 4 മാത്രമാണ്, ആ 4 ഇവിടെ എഴുതി. അപ്പോൾ ഇതാണ് 42 11 കൊണ്ട് മൾട്ടിപ്ലൈ കിട്ടുന്ന ആൻസർ 462. നമുക്കൊന്ന് കൺഫേം ചെയ്യാം. അപ്പോൾ നമ്മൾ 42 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ 462. അത് തന്നെയാണ് നമുക്ക് കിട്ടിയ ആൻസർ. അപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 63 ഗുണിക്കണം, അതായത് 11 കൊണ്ട് എങ്ങനെ 63 ഗുണിക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ രീതിയിൽ ചെയ്ത് നോക്കാം. അതായത് ആദ്യം ഈ 3 ഇവിടെ എഴുതു. അടുത്തത് ഈ രണ്ട് സംഖ്യ ഇവിടെ പ്ലസ് ചെയ്യും. അതായത് 6 3 ഉള്ളത്, 6 കൂട്ടണം 3 9 ആണ്. അടുത്തത് ഇവിടെ ബാക്കിയുള്ളത് 6 ആണ്, ആ 6 ഇവിടെ എഴുതി. അപ്പം നമുക്ക് നോക്കാം. 63 × 11 1 3 6 3 6 3 9. ഇതാ, അപ്പോൾ 693 നമുക്ക് കിട്ടി. അപ്പോൾ ഇതുവരെ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട് 81 എങ്ങനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതുവരെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം 1 എഴുതുക, പിന്നെ ഈ രണ്ട് സംഖ്യയും ഏഡ് ചെയ്യുക. 8 കൂട്ടണം 1 9. അടുത്തത് അവിടെ ഉള്ളത് 8 മാത്രമാണ്, ആ 8 ഇവിടെ എഴുതുക. അപ്പോൾ ഇതിന് ആൻസർ 891. അപ്പോൾ നമുക്ക് 890 കിട്ടി. അപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ഇതാ 81 11 മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 891 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ 36 പകരം 37 വന്ന് വിചാരിക്കുക. അപ്പോൾ 37 ആകുമ്പോൾ നമ്മൾ ഏഡ് ചെയ്യുമ്പോൾ 7 + 3 10 ആവും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇവിടെ അത് ചെയ്യേണ്ടതെന്ന് അടുത്തൊരു എക്സാമ്പിൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ അടുത്തൊരു എക്സാമ്പിൾ എടുക്കുന്നത് 87 ആണ്. 87 എങ്ങനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നോക്കാം. ഞാൻ ചെയ്ത പോലെ തന്നെ ഈ 7 എന്ത് ചെയ്തു? ഇപ്പുറത്തേക്ക് എഴുതി, കറക്റ്റാണ്. അടുത്തത് ഇത് രണ്ടും ഏഡ് ചെയ്യണം അല്ലേ. 8 7 8 എത്ര കിട്ടുക? 15 കിട്ടും. അപ്പോൾ നമ്മൾ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യാം? 15 കിട്ടിയാൽ 5 എഴുതി ഒന്ന് ശിഷ്ടാക്കി ഇടും. അതുപോലെ തന്നെ ശിഷ്ടാക്കി ഇടുക. ബാക്കിയുള്ള 8 അല്ലേ, 8നോട് ഈ 1 കൂടി എത്രയായി? 1 കൂട്ടിയാൽ 9 ആയി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. എത്ര? 957. നമുക്കൊന്ന് കൺഫേം ചെയ്ത് നോക്കാം. ഇതാ എത്ര ആൻസർ കിട്ടിയ? 957 ആൻസർ കിട്ടിയത്. അപ്പോൾ നമുക്കൊന്ന് അടുത്തൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എന്നാൽ കുറച്ചുകൂടി മനസ്സിലാവും. അടുത്തൊരു എക്സാമ്പിൾ 96 എങ്ങനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് 6 എഴുതു, ഇവിടെ എഴുതും. പിന്നെ അടുത്തത് 9 6
ഏഡ് ചെയ്യും. അപ്പോൾ എത്ര കിട്ടും? 9 കൂട്ടണം 6 എത്രയാ? 15. അപ്പോൾ 15ന്റെ 5 ഇവിടെ ചെയ്തു, 1 ശിഷ്ടം. ബാക്കിയുടെ 9. 9 ഈ 1 എത്രയാ? 10. അപ്പോൾ എത്ര ആൻസർ? 1056. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതായത് 96 × 11 എത്ര കിട്ടുക? എത്ര കിട്ടിയ? 1056 കിട്ടിയ ആൻസർ. അപ്പോൾ രണ്ട് സെയിം തന്നെ. 79 ഗുണിക്കണം 11. അപ്പോൾ നോക്കാം എങ്ങനെ ചെയ്യാം. നിങ്ങൾ ചെയ്ത് നോക്കിക്കേ. അപ്പോൾ ആദ്യം ഈ 9 എടുത്ത് ഇവിടെ എഴുതും അല്ലേ. അടുത്തത് ഇത് രണ്ടും കൂട്ടണം അല്ലേ. 9 7 കൂട്ടിയാൽ എത്ര കിട്ടുക? 9 7 16 കിട്ടും അല്ലേ. അപ്പോൾ 16ന്റെ എന്ത് ചെയ്യാം? 6 ഇവിടെ എഴുതു, 1 ശിഷ്ടം. അടുത്തത് ഈ 7 എഴുതണ്ടേ. 7 എഴുതുമ്പോൾ ശിഷ്ടവുമില്ല. അപ്പോൾ 7 1 എത്രയായി? 8 ആയി അല്ലേ. അപ്പോൾ എത്ര ആൻസർ? 869. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര കിട്ടി? 869 കിട്ടിയല്ലേ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു എക്സാം കൂടി ചെയ്യാം. എക്സാം കൂടി ചെയ്തിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ എക്സാം നമുക്ക് ഒരു 3 അക്ക സംഖ്യ ചെയ്യാം. അപ്പോൾ 3 അക്ക സംഖ്യ നമുക്ക് 105 എടുക്കാം. 105 11 ഇതേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യാം. ആദ്യം ഈ 5 ഇവിടെ എഴുതും. അടുത്തടുത്ത് 2 സംഖ്യ എന്ത് ചെയ്യും? കൂട്ടും. 5 0 കൂട്ടി എത്ര കിട്ടും? 5 കിട്ടില്ലേ. ഇനി അടുത്തത് ചെയ്യാം. ഈ 0 ഈ 1 ആഡ് ചെയ്യും. 0 1 ആഡ് എത്ര കിട്ടുക? 1 കിട്ടും. ബാക്കിയുടെ എത്രയല്ലേ? ഒരു 1 ഉണ്ട് അല്ലേ. ആ 1 കൂടി ഇട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ ഇത് ഒന്നും കൂടി പറയാം. 3 അക്ക സംഖ്യ വരുമ്പോൾ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇങ്ങനെ പറയാം. ആദ്യം ഈ 5 എടുത്ത് ഇവിടെ എഴുതി. അടുത്തടുത്ത 2 സംഖ്യ ഏഡ് ചെയ്ത്. ഇവിടെ 5 0 ആണ്. 5 0 ഏഡ് ചെയ്ത് എത്ര കിട്ടും? 5 തന്നെ കിട്ടും. പിന്നെ അടുത്ത സംഖ്യ ഏതാ? 0 1. അപ്പോൾ 0 1 ഏഡ് ചെയ്ത് 1 കിട്ടും. 0 1 ഏഡ് ചെയ്താൽ 1 കിട്ടും. പിന്നെ ബാക്കിയുള്ള 1 ഇവിടെ എഴുതി. അപ്പോൾ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് കിട്ടി? 1755 കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയ സെയിം ആൻസർ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആകെ ചെയ്ത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു സംഖ്യ, ഏതൊരു സംഖ്യ ആവട്ടെ, അതിനെങ്ങനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം വളരെ ഈസി ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ മെത്തേഡ് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഈസി ആയിട്ട് തോന്നും, പക്ഷേ ചെയ്തു തുടങ്ങുമ്പോൾ അതിന് കുറച്ച് കൺഫ്യൂഷൻസ് വരും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ വീണ്ടും കാണുക. എന്നിട്ട് ഓരോ എക്സാം എടുത്ത് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് തറവാകും. അപ്പോൾ മെട്രിക്സ് മലയാളത്തിൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.